കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു എള്ള് ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കർക്കിടകം വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ലേഹ്യവും അതുപോലെ ഔഷധക്കഞ്ഞികളും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഔഷധക്കഞ്ഞികൾ, ഉലുവക്കഞ്ഞി, അതുപോലെ മരുന്നുണ്ട്, അതൊക്കെ നമ്മൾ കർക്കിടകത്തിലാണ് കഴിക്കുന്നതെങ്കിലും ഈ ഒരു എള്ള് ലേഹ്യം നമുക്ക് ഏത് നേരവും കഴിക്കാം, എപ്പോൾ ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ എള്ളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മൾ എണ്ണിയാൽ തീരാത്ത അത്ര ഗുണങ്ങളുണ്ട് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഇത് കുട്ടികൾക്കാണ് വളരെ നല്ലത്. അവർ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ അയേൺ ഇതിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ വിളർച്ചയൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അത് മാറ്റാനൊക്കെ, അതുപോലെ അനീമിയ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എള്ള് ദിവസേന കഴിക്കുന്നത് ഗുണം ചെയ്യും. ഇതിന് നമ്മൾ സാധാരണ മരുന്ന് കഞ്ഞികളെ പോലെയോ അതുപോലെ മരുന്നുണ്ടകളെ പോലെയോ നമ്മൾ ഉലുവയോ അയമോദകം അങ്ങനെയുള്ള മരുന്നുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഏത് കാലാവസ്ഥയിലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ലേഹ്യമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടകളായിട്ടോ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ എള്ള് ലേഹ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. അപ്പോൾ എള്ളിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവും, അതുകൊണ്ട് നല്ലോണം ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് അരിപ്പയിലേക്കൊന്ന് ഊറാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് കോട്ടൺ തുണിയിൽ വെച്ചിട്ട് ഒന്ന് നേരത്തെ ഇട്ടതിന് ശേഷം 1-2 മണിക്കൂർ അതൊന്ന് ഉണക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഫാനിൻ്റെ കാറ്റിനൊക്കെ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അതിൻ്റെ താഴെയൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ നാട്ടിലൊക്കെ മഴേൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള ഒരിതൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ട എള്ളിന് ഒരു പാന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മുഴുവനും നമുക്ക് നന്നായിട്ട് പോയി കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ എള്ളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു വെള്ളപ്പറ്റ് ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ ഒന്ന് പുക വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പൊട്ടി വരും. എല്ലാ എള്ളും ഒരുപോലെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫാക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എള്ള് പൊട്ടി വരുമ്പോൾ എള്ള് റെഡി ആയി എന്നാണ് അർത്ഥം. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ എള്ള് തന്നെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ എള്ളും ഇതാ നന്നായിട്ട് തന്നെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് മാറ്റി വെക്കണം. അതുപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ തണുത്തതിന് ശേഷം ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ എള്ള് പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ എള്ളിൽ നിന്ന് എണ്ണ ഊറി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എള്ള് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക, അത്ര മാത്രമേ നമുക്ക് വേണ്ടൂ. ഇനി നമ്മൾ എടുക്കുന്നത് 1/2 കപ്പ് ബദാമാണ്, അതുപോലെ തന്നെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് വാൽനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു 1/2 കപ്പ് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് നല്ല നൈസായിട്ട് ഒന്ന് പൊടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അത് അങ്ങനെ ജസ്റ്റ് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിക്സിൻ്റെ ജാറിൽ നേരിട്ട് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചു കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച എള്ളിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് 1/2 കപ്പിന് എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചിരവിയത് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരണം. അതുപോലെ തേങ്ങ നമ്മൾ വറുത്തെടുക്കുക ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതുപോലെ അടികട്ടിയുള്ള പാന് അല്ലെങ്കിൽ ഉരുളി അതെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ലേഹ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 2 അച്ച് ശർക്കര എടുത്തിട്ട് നമ്മൾ ഉരുക്കിയിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി എടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ കരിപ്പെട്ടി ആണെങ്കിൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടൊന്ന് തേങ്ങയില്ലേ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര പാനിയൊന്നും ഒരുപാടായി പോകേണ്ട, അധികം മധുരം വേണ്ട. അധികം മധുരം ഉണ്ടാകുമ്പോൾ വലിയ തിന്നാനും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം മിതമായ അളവിൽ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച എള്ളും അതുപോലെ ആ നട്ട്സിൻ്റെ പൊടിയുമാണ്. അപ്പോൾ അത് ചേർത്തിട്ട് തീ ഒന്ന് ഈ ഒരു സമയത്ത് നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് ആ ശർക്കര പാനി നമ്മൾ ഈ ഒരു പൊടിയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രം പിന്നെ രണ്ടാമത്തെ ബാച്ചും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് തീ കുറച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ലേഹ്യം ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെയാണ് ഇത് വരട്ടിയെടുക്കുന്നത്. ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയാകും. അതുപോലെ കരിഞ്ഞു പോകാനും പാടില്ല. തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊരു ലേഹ്യത്തിൻ്റെ പരുവത്തിലാവുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പശു നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പശു നെയ്യ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഹെൽത്തി ഫാറ്റാണ്. അപ്പോൾ അതും കൂടി ചേരുമ്പോൾ അതിൻ്റെ ഗുണം പ്രത്യേകിച്ച് ഇരട്ടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതുപോലെ ഇതിൽ നമ്മൾ നട്ട്സ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അതും നമ്മൾ അതായത് നല്ല കൊളസ്ട്രോളാണ് ബദാം എന്നൊക്കെ പറയുന്നത്, അണ്ടിപ്പരിപ്പും അതെ, അതൊക്കെ നമ്മൾ കൊളസ്ട്രോളിന് കഴിക്കുന്നതാണ്. അപ്പോൾ നല്ല കൊളസ്ട്രോളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കും അവരെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഒക്കെ ഈ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ അവർ ദിവസവും കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചുക്കുപൊടി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ 1-2 നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ അലുവയൊക്കെ ഉണ്ടാക്കുന്നില്ല, അതുപോലെ തന്നെയാണ് നമ്മളിത് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ ലേഹ്യമാകുമ്പോൾ കുറച്ച് നല്ലോണം വരട്ടിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. ആ ഒരു ശർക്കര പാനിയൊക്കെ നമ്മൾ ചേർത്തിട്ട് ഒരുപാട് മധുരമൊന്നുമില്ല, എന്നാലും ആവശ്യത്തിന് മധുരമുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും അങ്ങനെ വലിയ മടുപ്പൊന്നും തോന്നില്ല. അപ്പോൾ ഇത് ലേഹ്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ എപ്പോഴെങ്കിലും കൊടുക്കുക. അതുപോലെ ഉരുളയാക്കിയിട്ട് മാറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉരുള വെച്ചിട്ട് ദിവസവും കുട്ടികൾക്കും കൊടുക്കാം, നിങ്ങൾക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി പശു നെയ്യ് ചേർക്കാം. അപ്പോൾ ഈ ഒരു വിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ പാകം നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ഇതുപോലെ ഉരുട്ടി നോക്കുമ്പം ഉരുളിയായിട്ട് കിട്ടണം. അതുവരെ നമ്മൾ വരട്ടിയെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട, ഒരുപാട് വരട്ടിയെടുത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒന്നുകിൽ ബോട്ടിലാക്കി സൂക്ഷിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടകളാക്കി മാറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഓരോ ഇങ്ങനെ ഉണ്ട കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവർക്ക് കഴിക്കാനും നല്ല ഇഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാലും ഇത് ഹാർഡാവുമൊന്നുമില്ല. നല്ല സോഫ്റ്റാണെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കുകയും ചെയ്യും. കാരണം നമ്മളിതിൽ മോശമായി പോകുന്ന സാധനങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല. പിന്നെ കുറേ ദിവസം ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ദിവസമൊന്നും കിട്ടില്ല. കാരണം കുട്ടികളൊക്കെ വേഗം എടുത്ത് തീർക്കും. ഇപ്പോൾ ഞാൻ ഒന്നേ കഴിക്കാൻ പാടുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കാണുമ്പോൾ 2-3 ഒക്കെ എടുത്ത് കഴിച്ചു പോകും. അപ്പോൾ ഇവിടെയും മക്കൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ ദിവസമൊന്നും ഇതിരിക്കില്ല. അപ്പോൾ നമ്മളായി കഴിഞ്ഞാൽ നമുക്കും ഒരു ഇൻട്രസ്റ്റ് തന്നെ തോന്നിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും രുചി തന്നെയാണ് ഇതിന്. അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം ഇത് ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ദിവസവും കുട്ടികൾക്ക് കൊടുക്കുക. ഈ കർക്കിടകം വരാനും അങ്ങനെയൊന്നും നിൽക്കണ്ടെങ്കിൽ ഏത് നേരം വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഈ എള്ളൊക്കെ എന്ന് പറയുമ്പോൾ ദിവസവും കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുടിക്കൊക്കെ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് സ്കിന്നിൻ്റെ ആ ഒരു നല്ല ഗ്ലോ ഒക്കെ കിട്ടാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അയണും ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട് ഇതിൽ. ഇതിന് എണ്ണയാൽ തീരാത്ത അത്രയും ഗുണങ്ങളുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ മുടിക്കും ചർമ്മത്തിനും യൗവനം നിലനിർത്താനും നമ്മളെ സ്ട്രെസ് അകറ്റാനും ഒക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഗുണേ ചെയ്യുള്ളൂ. അതുപോലെ ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ആസ്മ, അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ദിവസവും എള്ള് കഴിക്കാം. അപ്പോൾ എള്ള് ദിവസവും നമുക്ക് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആക്കുന്നില്ലെങ്കിൽ എള്ള് കുതിർത്തിട്ടും ഒക്കെ കഴിക്കാം. അത് ഏത് ആൾക്കാർക്കും കഴിക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കായി കഴിഞ്ഞാലും, അപ്പോൾ പ്രായമൊന്നുമില്ല, ചെറിയ കുട്ടികൾക്കായി കഴിഞ്ഞാലും ഇത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. കർക്കിടകം വരാനൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്